ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗായ്സ്. കുറച്ച് നാളായി ഇവിടെ ഒരു സോയാബീൻ ഇരിക്കുന്നു. സോയാബീൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞാൻ കുറേ നാളായി ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ഞാൻ കോഴിക്കോട് പോയപ്പോൾ ഒരു സംഭവം കഴിച്ചിട്ടുണ്ടായിരുന്നു. സോയാബീൻ മുട്ടയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ മുട്ട പൊരിക്കണ പോലെ ചിക്കിയിട്ടൊക്കെ ഇങ്ങനെ ഒരു സംഭവമില്ലേ, ഗ്രീൻ ബീൻസ് മുട്ടയൊക്കെ പോലത്തെ അങ്ങനെ ഒരു സാധനം. അപ്പോൾ എനിക്കത് ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് സക്സസ് ആയാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാമല്ലോ എന്ന് വിചാരിച്ചു. നിങ്ങൾ ചിലപ്പോൾ എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടുള്ളൂ. കോഴിക്കോട് ഒരു തട്ടുകടയിലുണ്ടായിരുന്ന സംഭവമാണ് കേട്ടോ അത്. അപ്പം നമുക്ക് എന്തായാലും ഉണ്ടാക്കാം. ബാ ഗൈസ്, ആദ്യം ഞാൻ സോയാബീൻ വെള്ളത്തിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നല്ല വെള്ളത്തിൽ എന്നിട്ടൊന്ന് ജസ്റ്റ് ഉപ്പൊക്കെ ഇട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് സബോളയും സാധനങ്ങളൊക്കെ അരിഞ്ഞ് വയ്ക്കാൻ, തക്കാളിയൊക്കെ ആദ്യം തിളയ്ക്കാൻ നോക്കട്ടെ. എനിക്ക് ഈ പാത്രം ഒരു ഡൗട്ടുണ്ട്, തിളയ്ക്കോ ഇല്ലേ എന്നുള്ളത്. അങ്ങനെയല്ല, പുറത്തേക്ക് പോകുന്നു എനിക്കൊരു പേടിയുണ്ട്. കണ്ടറിയാം എന്താണെന്നുള്ളത്. ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. എന്നാലും നമ്മൾ സബോള അരിയട്ടെ കേട്ടോ. ഓക്കെ. സത്യത്തിൽ അമ്മ വീടില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അമ്മ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ആട്ട് കിട്ടേനെ. ഇതൊക്കെ തിളച്ച് പോയി ചിലപ്പോൾ വേഗം തുടയ്ക്കാമല്ലോ. അപ്പോൾ പിന്നെ അമ്മ വീടില്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം നമുക്ക് വേഗം അമ്മ വരുമ്പോഴേക്ക് ഇത് സർപ്രൈസായിട്ട് കൊടുക്കാം. അമ്മയ്ക്ക് അമ്മ ജോലിയൊക്കെ എനിക്ക് കഷ്ടപ്പെട്ട് വരണല്ലേ, നമുക്ക് കൊടുക്കാം. അമ്മയ്ക്ക് ഇതാ ഞാൻ എൻ്റെ വക സോയാബീൻ മുട്ട കുത്തിപ്പൊരിച്ചത്. ഗൈസ്, അങ്ങനെ ഞാൻ സബോളയുടെ തൊലി കളയുമ്പോഴേക്കും ഇങ്ങനെ കണ്ണീർ നിന്ന് വെള്ളം വരണം. എന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. നമ്മൾ സബോളയും 3 തക്കാളിയും പച്ചമുളകും കറിവേപ്പിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട്. എന്താണ് ഇങ്ങനെ വെള്ളം വരണമെന്ന് അറിയില്ല. ഇനി വെള്ളം വരാണ്ടിരിക്കാനുള്ള എന്തെങ്കിലും ഒരു പ്രതിവിധി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. നമ്മുടെ സോയാബീൻ ആയിട്ടുണ്ട്. ഞാനതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്തു. അതിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ വീർത്ത് ഈ വീർക്കുന്നുള്ള സത്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. എന്നാലും എല്ലാം അങ്ങനെ ഞെക്കി നോക്കിയപ്പോൾ വെന്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ഞാനത് ഗ്യാസ് ഓഫ് ചെയ്തു. നമുക്കിനി സബോള അരിഞ്ഞെടുക്കണമായിട്ടും ഭേദം നമ്മുടെ മറ്റേ ചോപ്പിംഗ് മെഷീൻ ആ സംഭവം ഉണ്ട്. പണ്ട് ഞാൻ അങ്ങനെ മേടിച്ചിട്ട് കിന്നാക്കുന്ന സാധനം ഞാൻ കാണിച്ചു തരാട്ടെ എന്താണെന്നുള്ളത്. കണ്ടോ ഗൈസ്, ഈ ഒരു സംഭവത്തിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇത് വെച്ചിട്ട് നമ്മുടെ സബോള അങ്ങനെ കട്ട് ചെയ്തിട്ട് സെറ്റാക്കിയാൽ മതി. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. മിനിറ്റ് ഇതെങ്ങനെ ചെയ്യണമെന്നുള്ള ഐഡിയ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം. ജസ്റ്റ് ഞാൻ മുമ്പ് ഇത് ക്യാബേജ് ഇട്ട് ചെയ്തപ്പോൾ എനിക്ക് പാളി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെയല്ല ചെയ്യേണ്ട, കുറച്ച് അത്യാവശ്യം അതിലിടണം, അപ്പോഴേ ഇത് ഓക്കെ ആവുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നീട് ഞാൻ പഠിച്ചു. നിങ്ങളുടെ ഓരോ ഉപദേശമാണ് എനിക്ക് പിന്നെ എൻ്റെ കുക്കിങ്ങിലേക്ക് പഠിക്കാൻ പറ്റുന്ന എൻ്റെ പ്രചോദനം. നിങ്ങളില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ. ഇത് ഞാൻ ഓൾറെഡി കഴിച്ച ഒരു ഇത് വെച്ചിട്ടാട്ടോ. ഞാൻ യൂട്യൂബ് നോക്കിയിട്ടൊന്നല്ല ഉണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ കോഴിക്കോട് നിന്ന് കഴിച്ചു എന്നുള്ളത്. അതിൻ്റെ ഒരു ടേസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്, എന്തൊക്കെ സാധനങ്ങളായി ഇട്ടെന്നുള്ളത്. ഇനിയിപ്പോൾ ആ ചേട്ടൻ ഇട്ട പകുതി സാധനങ്ങൾ ചിലപ്പോൾ ഇതിലുണ്ടാവില്ല. നിങ്ങൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഞാൻ അമ്മേനെ കൊണ്ട് റിവ്യൂ ഇടിപ്പിക്കാം. അതാകുമ്പോൾ ജെന്യുവിനായിട്ട് പറയും എൻ്റെ അമ്മ. ഞങ്ങൾ കുടുംബക്കാരൻ മൊത്തം ജെന്യുവിൻ റിവ്യൂ മാത്രമേ പറയുന്നു. ഇത് നമുക്ക് ഇതിലിഞ്ഞ് ചോപ്പ് ചെയ്യണം സംഭവം കാണിച്ചു തരാം കേട്ടോ. ഒരു മിനിറ്റ്. സബോള വല്ലാത്ത കഷ്ടമാണ് കേട്ടോ അങ്ങനെ കണ്ണെരിയുന്നത്. എങ്ങനെ സബോളൊക്കെ കല്യാണത്തിനൊക്കെ ആൾക്കാർ ഇങ്ങനെ അരിയണം അല്ലേ. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് ഇടണം കേട്ടോ. അത് എന്തത് എന്നിട്ടിങ്ങനെ എന്തൊരു പറഞ്ഞനുസരിച്ച് കണ്ടോ. നമ്മളവിടെ സബോള ഇതായിട്ടുണ്ട്. കണ്ടോ സബോള പെട്ടെന്ന് ഇങ്ങനെ ആക്കിയെടുക്കാം. ഇതിനെ എന്നിട്ട് തുറക്കുമ്പോൾ ഇങ്ങനെ കണ്ണുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റ് എടുക്കും. കണ്ടോ, ഇതിനെ പോലെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആവാം. അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഈ സംഭവം മേടിച്ചോട്ടെ, നല്ലതാണ്. തക്കാളിയും സബോള അങ്ങനെ സാധനങ്ങളൊക്കെ അരിയാൻ നല്ലതാണ്. ഞാൻ സബോള അരിഞ്ഞത് ഒരു പാത്രത്തേക്ക് മാറ്റി വെച്ചില്ലെങ്കിൽ പിന്നെ അത് ചിലപ്പോൾ ഭൂകമ്പം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ എന്തായാലും സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ട് കാണിച്ചു തരാം. ബാക്കി അതായിരിക്കും നല്ലത്. പോട്ടെ, ഞാൻ കണ്ണൊന്നും കാണാനില്ല. ബൈ ഗൈസ്. ഇതിൽ ഞാൻ പറഞ്ഞു എന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ആദ്യം സബോള അരിഞ്ഞിട്ട് പിന്നെ തക്കാളി അരിഞ്ഞിട്ട് പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില അതൊക്കെ വേണം. ഇതൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ഇത് വിട്ട് പോയിട്ട് വിചാരിച്ചിട്ടാട്ടോ വീണ്ടും പറഞ്ഞത്. ഞാൻ പറഞ്ഞോന്ന് എനിക്കൊരു ഓർമ്മയില്ല. തക്കാളി ഒരു ചെറുതായി കുനുകുനാന്ന് അരിഞ്ഞാൽ മതി. ഞാൻ പണ്ട് മുതലേ അടുക്കള കയറണോണ്ട് എനിക്ക് കത്തി പേടിയില്ല ഗൈസ്. ഞാൻ സബോളയുടെ അപ്പം തന്നെ അരിഞ്ഞിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഇടാമെന്ന് വിചാരിച്ചു. ഒരു പാനിലാക്കി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണ ഇല്ല ഓയിൽ കൊണ്ട് ഉണ്ടാക്കണത്. വെളിച്ചെണ്ണയ്ക്കൊക്കെ എന്താ വില ഗൈസില്ലേ. നിങ്ങൾ വിചാരിക്കും എൻ്റെ മുഖത്ത് അങ്ങനെ വീർത്തിരിക്കും. ഞാൻ ഉറക്കത്തിൽ നിന്ന് എനിക്ക് വന്നിട്ടാണ് കേട്ടോ ഈ വീഡിയോ ചെയ്യുന്നത്. ഉറക്കത്തിൽ നിന്ന് ബ്രഷൊക്കെ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു, കുളിച്ചിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്ക് സബോളയും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഇതുണ്ടാക്കണം കാണിക്കാം. ഓക്കെ ബൈ.
ഗൈസ് അങ്ങനെ ഞാൻ എന്താ സോയാബീൻ വെള്ളമൊക്കെ ഒന്ന് 2-3 വട്ടം കഴുകി വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളിവിടെ പാത്രം വെച്ചിട്ടുണ്ട്. അപ്പോൾ അരിഞ്ഞ സാധനങ്ങളൊക്കെ ഇതാ സബോളയും തക്കാളിയും പച്ചമുളകും മറ്റേ എന്താ പറയുക വെളുത്തുള്ളിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വെളിച്ചെണ്ണ ഒഴിക്കുകയായിരിക്കും നല്ലത്, അല്ലെങ്കിൽ ഓയിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആദ്യം ഇതൊഴിച്ചിട്ട് ഒന്ന് സെറ്റാക്കട്ടെ കേട്ടോ. ഓക്കെ, അങ്ങനെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, അധികം ഓയിലൊന്നും വേണ്ടല്ലോ. ഞാൻ കുറച്ച് ഓയിലും നമ്മളിപ്പോൾ നമ്മുടെ വെളുത്തുള്ളി അരിഞ്ഞത് അതിലേക്കിടാം. എന്നിട്ട് കുറച്ചൊന്ന് പൊട്ടിത്തെറിക്കുമോ എനിക്കൊരു പേടിയുണ്ട്. കണ്ടാ, വാവ് അമേസിങ്. എനിക്കിതാണ് പേടി, ഇനി പൊട്ടിത്തെറിക്കൽ പരിപാടി. ഗൈസ്, നിങ്ങൾ ഈ പൊട്ടിത്തെറിക്കണ കാരണം ഒരു മെയ് അകലിൽ നിന്ന് എറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ നമ്മുടെ മേത്തൊക്കെ പൊട്ടിത്തെറിക്കും. കണ്ടോ, എന്നെ പോലെ എനിക്ക് ഭയങ്കര പേടിയായി പൊട്ടിത്തെറിക്കൽ. ഞാൻ മീനൊക്കെ വറക്കുകയാണെങ്കിൽ ഓടും. എന്താണെന്നറിയില്ല, പണ്ട് മുതലേ പേടിയായിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട് നിങ്ങൾ പറയും അടുക്കളയിൽ കയറാത്തതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ഇടരുത്. എനിക്ക് പേടിയായിട്ടാണ്. ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ജസ്റ്റ് നമുക്ക് ഈ വെളുത്തുള്ളി ഒന്ന് വഴറ്റിയിട്ട് എടുത്തിട്ട് സബോളയും പച്ചമുളകും തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് പൊടികളൊക്കെ ഒന്ന് ഇടാം. നല്ല മണക്കം വരുന്നുണ്ട് ഗൈസ്. അങ്ങനെ നമുക്ക് പൊടികളൊക്കെ പൊടികളല്ല, ഈ തക്കാളി സംഭവങ്ങളൊക്കെ ഇടാം. ഇല്ല, ഭയന്ന പോലെ ഒന്നും ഉണ്ടായില്ല. ഈ ഒരു ശബ്ദം കേട്ടില്ലേ, തീരുന്നുണ്ട്. ഞാൻ ഗ്യാസ് കുറച്ച് ചെയ്യണം, അപ്പോൾ പിന്നെ പൊട്ടിത്തെറിക്കില്ലല്ലോ, പിന്നെ പേടിക്കണ്ട. നമ്മളിതിട്ട് ഈ സബോളയും തക്കാളി ഇങ്ങനെ ഇതിലേക്ക് ഇടുമ്പോൾ തന്നെ ഒരു നല്ല സ്മെല്ല് വരും കേട്ടോ. അത് ഭയങ്കര പ്രത്യേക സ്മെല്ല. ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോയി, ഞാൻ 2 സബോള എടുക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പക്ഷേ ഞാൻ 3 എടുത്തു. വയൻ്റെ വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, അത് കാരണം ഞാൻ 3 എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കൂടുതലിനനുസരിച്ച് നിങ്ങളുടെ സോയാബിക്കും ഇതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അത്യാവശ്യം സബോള വേണമെങ്കിൽ എടുക്കാം. ഞാൻ എടുത്തത് 3 എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ 3 അല്ലെങ്കിലും 2 എന്തായാലും നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, നമുക്കിതൊന്ന് നന്നായി ഗ്യാസ് കുറച്ച് കൂട്ടി വയ്ക്കാം. ഞാൻ ഗ്യാസൊക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ. ഓക്കെ, എന്നിട്ട് പൊടികളൊക്കെ ഇടുന്നത് കാണിക്കാം, അതായിരിക്കും നല്ലത്. ഗൈസ്, അത്യാവശ്യം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ഉപ്പ് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് നിങ്ങളുടെ അളവിനനുസരിച്ച് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഓക്കെ, ഞാൻ കുറച്ച് ഉപ്പിൻ്റെ ആളാണ്. എനിക്ക് ഉപ്പ്, പുളി, എരിവ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പെട്ടെന്ന് നന്നായി വേണം, അല്ലെങ്കിൽ എനിക്കൊരു സുഖം കിട്ടില്ല. പിന്നെ കുറച്ച് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഞാൻ ഗ്യാസ് കുറച്ച് വെച്ചിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യണേ. നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ നല്ല എരിവാണെങ്കിൽ അത്രയും നന്നായി മുളക് പൊടി ഇടണം. ഞാൻ അത്യാവശ്യം എരിവ് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ആർക്കും എരിവ് ആഗ്രഹിച്ചോടല്ലേ. ഒരു 2 സ്പൂൺ മതി തോന്നുന്നു. നല്ല മുളക്, ഞാൻ ഒന്നാമത് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കൂടുതൽ എരിവായ ദിൽവാലെ കുച്ചിനേക്കിയാവും. പിന്നെ നമുക്ക് ഇനി ഇടേണ്ടത് നമ്മുടെ ചിക്കൻ മസാലപ്പൊടി. ചിക്കൻ മസാലപ്പൊടി തരണമെങ്കിൽ 5 കൊല്ലാൻ തോന്നുന്നുണ്ട് വീട്ടിൽ. ഒന്നും കാണാനൊന്നുമില്ല, നോക്കട്ടെ. അയ്യോ, അങ്ങനെ ചിക്കൻ മസാല പൊടി കിട്ടി ഗൈസ്. അപ്പം ജസ്റ്റ് ഇളക്കി യോജിപ്പിക്കാം. ചിക്കൻ മസാലപ്പൊടി ഞാൻ ഇട്ടിട്ടുണ്ട് കുറച്ച്. എന്നിട്ട് അത്യാവശ്യം ചിക്കൻ്റെ പോലെ ഇരിക്കണം നമുക്കിത് കഴിക്കുമ്പോൾ. ബീഫ് കഴിക്കണ ഒരു ഫീൽ വരണം ഇത് കഴിക്കുമ്പോൾ. ഓക്കെ, ബീഫ് ഇല്ലെങ്കിലും നമുക്കൊരു ഫീൽ നമുക്ക് ഉണ്ടാക്കിയിടണം. വേണമെങ്കിൽ കുറച്ച് ദന്ത് ജീരകമാണെന്നൊന്നും അറിയില്ല, ദന്ത് ജീരകം ഉദയത്തിന് അറിയാം. എൻ്റെ ഒരു നിങ്ങളിതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി കേട്ടോ. ഞാനിത് ഇട്ടു മാത്രം ഇട്ടുള്ളൂ, ജസ്റ്റ് ഇട്ടിട്ടുള്ളൂ. ഉപ്പിട്ടു, മുളക് പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, ചിക്കൻ മസാലപ്പൊടി ഇട്ടു, മതി. ഇതൊക്കെ മതി, ധാരാളം. നമുക്കിനി പൊടികളൊക്കെ കൂടിയിട്ടൊന്ന് ജസ്റ്റ് ഇളക്കി യോജിപ്പിക്കാം. ശരിയാകട്ടെ ഗൈസ്. അപ്പം നമ്മുടെ പൊടികളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് മണമൊക്കെ വരുന്നുണ്ട്. കുറച്ച് ഗ്യാസ് കൂട്ടി വയ്ക്കാം. കുറച്ചുകൂടി മുളക് പൊടി ഇടണമെന്നൊരു ഡൗട്ടുണ്ട്. വേണ്ടല്ലേ, ഇതന്നെ കുറച്ച് കൂടാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ കുത്തൊക്കെ ഒന്ന് മാറട്ടെ മുളക് പൊടി ഇട്ടാ, അത് വരെ ഇളക്കി കൊടുക്കാം നമുക്ക്. നമ്മളൊരു കാര്യം ഇടാൻ മറന്നുപോയി, നമ്മൾ വേപ്പിലിട്ടില്ല. നമ്മൾ കഴുകിയ വേപ്പില ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ അടി പിടിച്ചു തുടങ്ങി തോന്നുന്നുണ്ട്. ഇളക്കട്ടെ കേട്ടോ ഗൈസ്. അങ്ങനെ ഞാൻ എന്താ സോയാബീൻ ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്തപ്പോൾ പകുതി അമേരിക്ക പോയ പോലെ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ഞാൻ പാവം ഇത് ഇളക്കുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ചിളക്കിക്കോളൂ, ചിലപ്പോൾ
പോവാൻ ചാൻസ് ഉണ്ട് മക്കളെ. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവട്ടെ. ഓക്കെ, എല്ലാം പിടിക്കട്ടെ മസാലയൊക്കെ. ഗൈസ്, അടച്ച് വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അടച്ച് വെച്ച വെള്ളം പറ്റില്ല എന്നാണ് എൻ്റെ അറിവ്. മീൻസ് ഞാൻ വിളിച്ച് വെച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ തുറന്ന് വെച്ചിട്ടാണ് വെള്ളം വറ്റിക്കുന്നത്. നിങ്ങൾക്കിതൊക്കെ അറിയായിരിക്കും, പക്ഷേ എനിക്ക് മാത്രം അറിയാനാവില്ല. ഇത് ഞാൻ എന്തായാലും ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ മതി കേട്ടോ. ടേസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ മുഖത്ത് നോക്കി പറയും ടേസ്റ്റ് ഇല്ല എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പുറത്ത് ഇനി മുട്ട ഒന്ന് കൊത്തിപ്പൊരിക്കണം. കൊത്തിപ്പൊരിക്കാൻ ഇതിൽ ഒഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ഇതിൽ ഒഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഒന്ന് വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പം ഞാൻ ഇതാ 4 മുട്ട എടുത്തിട്ടുണ്ട്. 4 മുട്ട ഇതിലേക്ക് തന്നെ പൊട്ടിച്ചൊഴിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ആദ്യം നമുക്ക് പൊട്ടിച്ചൊഴിക്കാം. എവിടെ സാധനങ്ങളൊക്കെ എവിടെ പോയി? അയ്യോ, കാണാനില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കുറേ പരിപാടി ഉണ്ട് എനിക്ക്. അയ്യോ, ഒറ്റ ടേക്കിൽ ഇതെന്താ പൊട്ടാത്തല്ലേ? വാവ്, അമേസിങ്. പൊട്ടിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്താൽ സെറ്റാണ്. ഒറ്റ ഇതിൽ പൊട്ടി. കുറച്ച് എന്നിട്ട് കുരുമുളക് പൊടി ഇട്ടാൽ മതിയേ, സെറ്റാവും. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉപ്പുണ്ട്, ഞാൻ അത്യാവശ്യം ഉപ്പ് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നു. എന്നിട്ടെന്തായാലും മുട്ട വീണ് പൊട്ടിയാണേ. ഇതെന്തായാലും നന്നായി ഇളക്കി കൊടുക്കട്ടെ ഞാൻ. ഓക്കെ, ഇളക്കി കൊടുത്തിട്ട് കാണിക്കാൻ നല്ലത്. എനിക്ക് ക്യാമറ പിടിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ പിടിച്ച് ഞാൻ തന്നെ സർക്കസ് ചെയ്യണം. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ബുദ്ധിമുട്ട് കാണുന്നത് കേട്ടോ. എന്നെ മാത്രം കാണുന്നത്. ഉണ്ടാക്കുന്നത് ഈ സാധനങ്ങൾ കണ്ടാവില്ലേ നിങ്ങൾ ചിലപ്പോൾ. അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി എന്താണെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ മുട്ടയും ഗ്രീൻ ബീൻസും കഴിച്ചിട്ടുണ്ടോ? അതുപോലെ തന്നെയാണ് സോയാബീൻ മുട്ടയും. എൻ്റെ അമ്മേ, താളം തുള്ളാൻ വാ ഈ പുള്ളി മക്കളെ. ഇതാണ് ഇതിൻ്റെ കോലം. നമുക്ക് എന്താണെന്നൊന്നും അറിയില്ല. ഇനി നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഉണ്ട്, അതൊന്നും ഇടാം. ഉള്ള കുരുമുളക് പൊടിയൊക്കെ ഇടാം. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. കഴിഞ്ഞു, കുരുമുളക് പൊടിയുടെ പാക്കറ്റ് കഴിഞ്ഞു. അങ്ങനെ സംഭവം കുറച്ചും കൂടി വെള്ളം വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധനം സെറ്റാവും. നല്ല മണക്കം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതിനുള്ള ഗുണമുണ്ടോ നോക്കാം. നമുക്കൊന്ന് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സംഭവം കൊള്ളാലോ. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്ര നന്നാവും കേട്ടോ. ഇനി വെള്ളമൊക്കെ വറ്റി വരട്ടെ. വെള്ളം വറ്റുമ്പോൾ ടേസ്റ്റ് മാറിയാലോ. അത് വെള്ളം വറ്റി കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടൊന്ന് ഒരു കുളി പാസ്സാക്കിയിട്ട് വരാം. അപ്പോഴേക്കും അമ്മ എത്തും. അമ്മയ്ക്കും കൊടുത്ത് ഇത് കഴിച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പുറത്തേക്ക് പോകണം. പെരുകനൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യാനുണ്ട്. കാട് പോലെ. അപ്പോൾ എന്തായാലും ഞാൻ അമ്മയുടെ റിവ്യൂ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ ഗൈസ് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു വന്നു. അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ സോയാബീൻ മുട്ടയും കഴിച്ച് നോക്കാം. ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് അറിയണമല്ലോ. ഇതിൽ കുറച്ച് ഉപ്പ് കൂടി പോയി മക്കളെ. ഉപ്പ് കൂടി പോയി കുറച്ചിട്ടോ, അധികമൊന്നും പോയിട്ടില്ല, കുറച്ച്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ടെസ്റ്റ് ചെയ്ത് മാത്രം നോക്കി ഉണ്ടാക്കുക. എന്നെപ്പോലെ ഇങ്ങനെ അബദ്ധം പറ്റരുത്. ചോറിനൊപ്പം കൂടി കഴിക്കണേ അറിയില്ല കേട്ടോ. കുറച്ച് ഉപ്പ് കൂടിയല്ലോ, അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ. അമ്മ വരട്ടെ, അമ്മയ്ക്ക് കൊടുക്കുന്ന വീഡിയോ കൂടി അമ്മ ഇട്ടുന്ന വീഡിയോ കാണിച്ചു തരാം. ഉപ്പ് കൂടിയിട്ട് ചിലപ്പോൾ മുഖത്തേക്ക് എറിയല്ലേ, എന്നാലും കുഴപ്പമില്ല. കുറച്ച് ഉപ്പ് കൂടിയിട്ടുള്ളൂ, അധികം കൂടിയിട്ടില്ല. അമ്മ പറയാൻ നോക്കാം ഉപ്പ് കൂടിയില്ല എന്നില്ല. അമ്മ മോളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കാം. സപ്പോർട്ടൊന്നും ചെയ്യില്ല, അത് വേറെ കാര്യം. അപ്പം അമ്മ വരട്ടെ. ഓക്കെ, ഉപ്പ് കൂടിയോണ്ട് ഞാൻ കുറച്ച് വെള്ളം തിളപ്പിച്ച് നല്ലോണം ഒഴിച്ചിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അമ്മ കഴിച്ചു നോക്ക്, അത് ടേസ്റ്റ് ഉള്ളത് നോക്ക്. വെള്ളം ഞാൻ ഇപ്പോൾ ഒഴിച്ചത് രണ്ടാമത്. ഇതെന്തുട്ടാ അത് സബോള അങ്ങനെ ഇട ഉപ്പ് പിടിക്കുന്നു പറഞ്ഞു അഞ്ജുവിനാവും. അഞ്ജു മന്ന ബുദ്ധിയാണാവോ ഈശ്വര. ഇങ്ങനെ ആരും ഇട്ട് കഴിഞ്ഞാൽ ഇതാവില്ല. ഉപ്പൊന്നും അധികം. നമ്മളൊരു ഉപ്പ് ഫാമിലി ആയിട്ട് കുഴപ്പമില്ല. നിങ്ങൾ കഴിച്ചു നോക്കി, കുറച്ച് ടേസ്റ്റ് ഇട്ട് നോക്ക്. എന്നിട്ട് ആൾക്കാരോട് പറയും ഉണ്ടാക്കി നോക്കാൻ. കൂടുതലുണ്ട് വെള്ളം ടേസ്റ്റില്ലേ?
ഞാൻ മുട്ടയെന്ന് വിചാരിച്ചു. ദൈവമേ, മുട്ടയൊക്കെ ഇങ്ങനെ ഇട്ടപ്പോഴോ. പിന്നെ അപ്പൊ ഗൈസ് നമ്മള് വീഡിയോ അവസാനിപ്പിക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പറയാമേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.